കുറിച്ചുള്ള ഇതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന ഡ്രൈവ് ഇൻ ദി ഫ്യൂച്ചർ ഓഫ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, ഗ്രീൻ എനർജിയിലായിരിക്കും കൂടുതലും ഈ ഇത് ഓടുന്നത്, ആ വണ്ടി ഓടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. EV വെഹിക്കിള് ഇലക്ട്രിക് മോട്ടറിലെ പവറിലാണ് ഇത് ഓടുന്നത്. പുതിയ പുതിയ വണ്ടികൾ ഉണ്ടാക്കാനൊക്കെ എന്തോന്നാണ് സഹായിക്കുന്നതാണ് ഈ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന് പ്രൊഡക്ഷൻ, രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ. എത്രയെന്ന് പറഞ്ഞാൽ 93.9 മില്യൺ വണ്ടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഏറെക്കുറെ 75.5 മില്യൺ എന്ന് പറയുന്നത് കാറാണ്. പിന്നെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് 2.84 കോടി വണ്ടികളാണ് എന്തോന്ന് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ഒരു. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഓട്ടോ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതാണ് ഞാൻ സെലക്ട് ചെയ്ത പ്രസൻറ്റേഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഓട്ടോ ഇൻഡസ്ട്രി. അപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു ഓട്ടോമൊബൈൽ, അതൊരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് പ്രൊഡക്ഷൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പിന്നെ എന്തോന്നാണ് സെയിൽ വരെ എത്തിക്കുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുവരുന്നതാണ് ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഓട്ടോ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ടുള്ള ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എക്കണോമിക് ഗ്രോത്ത്. അപ്പം നമുക്ക് എന്തോന്ന് പറയാം, ഏറ്റവും കൂടുതൽ റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ അവരുടെ നീഡ്സും വാണ്ട്സൊക്കെ അറിഞ്ഞിട്ട് അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രോപ്പർ വെഹിക്കിൾ സെയിലാവുന്നത്. അപ്പോൾ നമുക്ക് ദ വെഹിക്കിൾ സെയിൽ ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് context on the current state of the market. Today I am present here to present a seminar about my topic is vehicle accessories. Its subtitle was Enhancing Style, Safety and Comfort. ഇൻട്രൊഡക്ഷൻ. വാട്ട് ആർ വെഹിക്കിൾ ആക്സസറീസ്? വെഹിക്കിൾ ആക്സസറീസ് എന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് തിങ്സ് ആണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടും പിന്നെ കംഫേർട്ട്, ട്രാവൽ ചെയ്യണവർക്ക് കംഫേർട്ട്. ഇപ്പോൾ സീറ്റിങ്ങിലാണെങ്കിൽ നെക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ടി നെക്ക് പില്ലോസും കുഷ്യൻസൊക്കെ ആഡ് ഓൺ ചെയ്യും. പിന്നെ ഫങ്ഷണലിറ്റി ഓഫ് വെഹിക്കിൾസ്. എസ്തെറ്റിക്സ് എന്ന് ഇതിൽ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. കാരണം വണ്ടിക്ക് സ്ക്രാച്ചസോ വേറെ ഒന്നും വരാത്ത രീതിയിൽ വണ്ടി കവറായി പോകാൻ വേണ്ടിയാണ്, സേഫ്റ്റിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആക്സസറീസിൽ തന്നെ 4 ടൈപ്പ് ആക്സസറീസ് ഉണ്ട്. ഒന്ന് ഇൻറ്റീരിയർ ആണ്, പിന്നെ രണ്ടാമത്തത് എക്സ്റ്റീരിയർ ആക്സസറീസ് ആണ്, മൂന്നാമത്തത് പെർഫോമൻസ് ആക്സസറീസ്, നാലാമത്തെ ആണെങ്കിൽ ഇലക്ട്രോണിക് സൈഡുള്ള ഇലക്ട്രോണിക് ആക്സസറീസ്. മൂന്നാമത്തെന്ന് വെച്ചാൽ കസ്റ്റമൈസ് അപ്പിയറൻസ്, ബാക്കിയുള്ളവരെ വണ്ടിയിൽ നിന്ന് കുറച്ചെങ്കിലും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു യുണീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് കസ്റ്റമൈസ് ചെയ്യണം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ കൂട്ടാൻ വേണ്ടിയായിട്ടാണ് ഇത് മെയിനായിട്ട് ആളുകൾ ഇൻബിൽഡ് ചെയ്യണം. ഇൻബിൽഡ് അല്ല, ഫിറ്റ്മെൻറ്റ് ചെയ്യണം. രണ്ടാമത്തത് ഇംപ്രൂവ് ഡ്രൈവിംഗ് കംഫോർട്ട് ആൻഡ് കൺവീനിയൻസ്. ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പം നോർമൽ സീറ്റ്സിലൊക്കെ ആണെങ്കിൽ സെയിൽസ് ആൻഡ് പോസ്റ്റ് സെയിൽസ്. അപ്പം നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ, കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. സോ നമ്മൾ സെയിൽസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ സെയിൽസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും.
അപ്പോൾ അതിൽ കാര്യങ്ങളാണ് ഈ പ്രീ സെയിൽസ്. അതായത് ഒരു കസ്റ്റമർ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മളിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ നമ്മൾ കൺഫേം ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതാണ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്. പ്രീ സെയിൽ ഫോക്കസസ് ഓൺ അട്രാക്ടിങ് പൊട്ടൻഷ്യൽ ബയേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദെയർ നീഡ്സ്. അപ്പം ഈ പ്രീ സെയിൽ ഫോക്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ നീഡ് മനസ്സിലാക്കി, അതായത് അവരുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി ഒരു വണ്ടി വിൽക്കാനുള്ള ഒരു കാര്യമാണ് പ്രീ സെയിൽസ് നമ്മൾ